നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് പുതിയ സെറ്റ് ഓഫ് ബുക്സ് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ബുക്കുകളൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു, അതായത് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടു, അമ്മമാർക്ക് യൂസ്ഫുൾ ആയി എന്നറിഞ്ഞതിൽ സന്തോഷം. അപ്പം നമ്മുടെ ഈ ബുക്ക് എന്ന് പറഞ്ഞാൽ 3 ഇയേഴ്സിന് മുകളിലേക്കുള്ള കുട്ടികൾക്കാണ്. അതായത് ഒരു 4 ഇയേഴ്സ് തൊട്ടിട്ടെന്ന് ശരിക്കും പറയാൻ കേട്ടോ. കാരണം ദച്ചുവിന് അത്രയും യൂസ്ഫുൾ ആയിട്ടില്ല. യൂസ്ഫുൾ ആയില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയാറാവുന്നേ ഉള്ളൂ. അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സിൻ്റെ ബുക്കാണ് കേട്ടോ. അതായത് നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കാം സ്റ്റിക്കർ വെച്ചിട്ട്. ആൽഫബറ്റ്സ്, അനിമൽസ്, അതുപോലെ തന്നെ ഷേപ്സ്, കളേഴ്സ്, ഈ വക കാര്യങ്ങളൊക്കെ, നമ്പേഴ്സ്, ഇതൊക്കെയാണ് ഈ ഒരു സ്റ്റിക്കറിൽ വന്നേക്കുന്നത്. അപ്പം നമുക്ക് ഓരോന്നും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ സ്റ്റിക്കർ എടുത്ത് അതിനെ ഒരു കംപ്ലീറ്റ് പിക്ചർ ആക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ബുക്സ് ഓരോന്നായിട്ട് നോക്കാം. ഇത് ആൽഫബറ്റ്സിൻ്റെയാണ്. 3+ ഇയേഴ്സ് എന്നാണ് ഇതിൽ എഴുതിയേക്കുന്നത്. പിന്നെ അടുത്തത് സ്റ്റിക്കർ വരുന്നത് ഷേപ്സിൻ്റെയാണ്. ഓരോ ഷേപ്പും ഉണ്ട്. അതുപോലെ തന്നെ അനിമൽസിൻ്റെ സ്റ്റിക്കേഴ്സ്. ഈ ഷേപ്സിൻ്റെ സ്റ്റിക്കേഴ്സ് നമുക്ക് മുന്നേ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ആൽഫബറ്റ്സിൻ്റെയാണ്. അത് നമുക്ക് കുറേ ഇത് കൊടുത്തിട്ടുണ്ട്. A4 ആപ്പിൾ എന്നുള്ളതിന് അത്രയും സ്റ്റിക്കർ ഒട്ടിച്ച് കഴിയുമ്പോഴേക്കും അവർക്ക് പഠിക്കാൻ പറ്റുമേ. അപ്പം നമ്മൾ ഇതുപോലെ ബാക്ക് സൈഡിൽ സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ടാവും. അത് അവിടെ നിന്ന് ശ്രദ്ധിച്ച് പറിച്ചെടുക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, ചെറിയ കുട്ടികൾക്ക് കുറച്ച് ഡിഫിക്കൽട്ടാണിത്. പിന്നെ നമ്മൾ അസിസ്റ്റ് ചെയ്തിട്ട് ചെയ്യിപ്പിക്കാം. പക്ഷെ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒരിലയുള്ളതുകൊണ്ട്, ചിലത് 2 ഇലയുള്ളതുകൊണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യണേ. ഇത് 2 ഇലയുള്ളതല്ലേ. ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് ഒരിലയുള്ളതാണ്. അപ്പോൾ അത് അവിടെ കൊണ്ട് ഒട്ടിക്കണം കറക്റ്റായിട്ട്. അപ്പോൾ അത് ഇച്ചിരി കൂടെ വലിയ കുട്ടികൾക്കായിരിക്കും അത് ഈസി ആവുക, അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആവുക. അപ്പോൾ ഇത് പല രീതിയിൽ ഇങ്ങനെ പല ലെറ്റേഴ്സിനും പലത് എല്ലാം വന്നിട്ടുണ്ട് സംഭവങ്ങൾ. അപ്പോൾ കുട്ടികൾക്കത് ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിൽ പഠിക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് കുറച്ച് ടൈം കളയാനാണെങ്കിലും, അതായത് സ്ക്രീൻ ടൈം കുറച്ച് ടൈം കളയാനാണെങ്കിലും കൊള്ളാം കേട്ടോ. പിന്നെ ഇത് അനിമൽസിൻ്റെയാണ് വന്നേക്കുന്നത്. അനിമൽസിൻ്റെ അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. നമുക്ക് ഒരു പേജ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ ഒരു പിക്ചറാണ്. ആ ഒരു ഫുൾ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് കഴിയുമ്പോഴാണ് നമുക്കത് എന്താണ് സംഭവം എന്നുള്ളത് കുട്ടികൾക്ക് മനസ്സിലാവുള്ളൂ. അതുവരെ അവർക്കതൊരു സസ്പെൻസ് ആയിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ടാവുമേ. അപ്പോൾ ഈ ആളുടെ കയ്യിൽ, മജീഷ്യൻ പോലത്തെ ആളുടെ കയ്യിൽ 2 പക്ഷികളാണുള്ളത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരെണ്ണം ലെഫ്റ്റിലോട്ടും ഒരെണ്ണം റൈറ്റിലോട്ടും തിരിഞ്ഞായിരിക്കണം. അപ്പം നമ്മളത് കറക്റ്റ് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. റെഡ് റൈറ്റ് ഹാൻഡിലും റെഡ് ലെഫ്റ്റ് ഹാൻഡിൽ, മറ്റേ ഗ്രീൻ റൈറ്റിലുമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് കുട്ടികൾക്കും അത് മനസ്സിലാവണം, അവർക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണേ. നമുക്ക് പറിച്ചെടുക്കാൻ വേണമെങ്കിൽ അവരെ ഒന്ന് അസിസ്റ്റ് ചെയ്ത് കൊടുക്കാം. കാരണം അവിടെ നിന്ന് പറിച്ചെടുക്കാനായിട്ട് നമ്മൾ ബാക്ക് സൈഡിലൊന്ന് കൈ പിടിച്ചിട്ട് ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് ഇങ്ങ് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ പറ്റുമേ. അപ്പോൾ ഇതിങ്ങനെയാണ്. ആ ഒരു പിക്ചർ കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത അതിൻ്റെ ബാക്കിയുള്ള അവിടെ പൂച്ചയുണ്ട്, പിന്നെ ആമയുണ്ട്, അങ്ങനെ ഓരോ സാധനങ്ങളുണ്ട്. ഇത് നമ്മുടെ ഓൾ മക്ഡൊണാൾഡിൻ്റെ ഫാമാണ്. അപ്പോൾ ആ ഫാമിലെ അനിമൽസിനെ എല്ലാം ഒട്ടിച്ച് കഴിയുമ്പോൾ ആ ഒരു ഫാം കംപ്ലീറ്റ് ആവും. അങ്ങനെ ഇനി അടുത്ത ഷേപ്സിൻ്റെ ബുക്ക് ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു ഇവർക്ക്. അപ്പോൾ ഇതൊക്കെ ഉണ്ണി ഓൾറെഡി ഒട്ടിച്ചിട്ടുള്ളതാണ്. അവന് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇത് ഈ പിസ്സ, ഹാപ്പി ബർത്ത്ഡേ അങ്ങനെ വെച്ചിട്ട് ഇത് ഒട്ടിക്കുക മാത്രമല്ല കേട്ടോ. ഇത് വേണമെങ്കിൽ ഇവർക്ക് ഇനി ഇത് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് പോലെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എടുക്കുകയും കൂടെ ചെയ്യാം. അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അത് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതിയതായിരുന്നല്ലോ. അപ്പോൾ അവൻ അങ്ങനെ അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ അടുത്തത് നമ്പേഴ്സിൻ്റെ എന്ന് പറഞ്ഞാൽ കുറച്ച് ട്രിക്കി പോലെയാണ് ഇരിക്കുന്നത്. തീരെ ചെറിയ കുട്ടികൾക്ക് മനസ്സിലാവില്ല. പക്ഷേ ഇത് വലിയ കുട്ടികൾക്ക് ഈസിയാണ് കേട്ടോ. ഇങ്ങനെ ഒരു പെൻഗ്വിൻ അല്ലെങ്കിൽ 2 പോളാർ ബിയർ എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് അപ്പുറം സൈഡിൽ നിന്ന് നമ്മൾ കറക്റ്റായിട്ട് പറിച്ചെടുത്തിട്ട് ഇപ്പുറം കൊണ്ടൊന്ന് പ്ലേസ് ചെയ്യണം. അതാണ് വന്നേക്കുന്നത്. കണ്ടോ, നമ്പേഴ്സ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കറക്റ്റായിട്ട്. അതാണ് അടുത്ത സംഭവം. അപ്പോൾ ഉണ്ണിക്ക് തന്നെ ഒട്ടിക്കാൻ കൊടുത്തു. അവന് ഇഷ്ടമുള്ള കാര്യമാണ് ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യുന്നത്. എത്ര നേരം വേണേലും അതിനു വേണ്ടി ഇരുന്നോളും. അപ്പോൾ അത് വളരെ ശ്രദ്ധയോടെ പറിച്ചെടുക്കണം. ആൾ എടുത്ത് കറക്റ്റായിട്ട് അത് ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ രാവിലത്തെ ടൈമാണ് കേട്ടോ. നമുക്ക് ഏത് സമയമാണെങ്കിലും കുട്ടികൾ TV കാണണ്ട അല്ലെങ്കിൽ TV കാണുന്ന അധികമാവുന്നു എന്ന് തോന്നുമ്പോൾ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ഇരിക്കും എന്നുള്ളവർക്ക് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതെടുത്തിട്ട് കറക്റ്റായിട്ട് അടുത്ത സ്ഥലത്ത് പ്ലേസ് ചെയ്ത് വയ്ക്കണം. ആ ഒരു ഫുൾ പിക്ചർ കംപ്ലീറ്റ് ആണെങ്കിൽ അതിനെല്ലാം ഒട്ടിക്കണമല്ലോ. അപ്പോൾ ആൾ പറഞ്ഞു ഇനി അടുത്തത് വേറെ ഒട്ടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് വലിയൊരു പിക്ചർ എടുക്കുവാണേ. അപ്പോൾ അത് കുറച്ച്
കുറച്ച് ഡിഫിക്കൽട്ടാണ് നമുക്ക് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുക എന്ന് പറയുന്നത് കേട്ടോ. പക്ഷേ അവനത് കറക്റ്റായിട്ട് തന്നെ ചെയ്തു. നമുക്ക് ഇങ്ങനെ പറിച്ചെടുക്കാനായിട്ട് നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം കുട്ടികൾക്ക്, കുഴപ്പമില്ല. പക്ഷേ ഒട്ടിക്കാൻ നല്ലതാണ്. അപ്പം ഞങ്ങൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം നമ്മൾ കൊടുത്തേക്കാം. സ്റ്റിക്കർ ആയതുകൊണ്ട് കുട്ടികൾക്കും കുറച്ച് കൂടെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, വായിക്കുന്ന ബുക്കിനേക്കാളും കൂടുതലായിട്ട്.